മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയം അന്വേഷിക്കാൻ CPIM നടപടി തുടങ്ങി. വോട്ട് ചോർന്നത് ഉൾപ്പെടെ അന്വേഷിക്കാനാണ് സംസ്ഥാന സമിതിയുടെ തീരുമാനം. LDF സമാന്തരമായി പരാജയ കാരണങ്ങൾ അന്വേഷിക്കും. വിവരങ്ങളുമായി ബിനോയ് ചെയ്യുന്നുണ്ട്. ബിനോയ്, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ഇന്നലെ അവസാനിച്ച സംസ്ഥാന സമിതി യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണം നടത്തുവാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും PV അൻവർ 19,000-ലധികം വോട്ടാണ് നിലമ്പൂരിൽ നിന്ന് പിടിച്ചത്. ഇത് പരാജയ കാരണമായി എന്നൊരു വിലയിരുത്തലിലേക്ക് അവസാനം സംസ്ഥാന സമിതി എത്തിച്ചേരുകയായിരുന്നു. പ്രത്യേകിച്ചും വലിയ വിജയസാധ്യതകളുള്ള ഒരു സാഹചര്യത്തിൽ, അതുമല്ല പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ M സ്വരാജിനെ പോലെ ആ നാട്ടുകാരനായ ഒരാൾ അവിടെ മത്സരിക്കുമ്പോൾ സ്വന്തം വാർഡിൽ പോലും 40 വോട്ടുകൾക്ക് പിന്നിൽ പോയ ഒരു സാഹചര്യം, ഇതൊക്കെ പാർട്ടി വലിയ തരത്തിൽ പ്രവർത്തനം നടത്തിയെങ്കിലും ഇത്രയധികം വോട്ട് കുറഞ്ഞ സാഹചര്യത്തെക്കുറിച്ച് പഠിക്കാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. ആദ്യഘട്ടത്തിൽ CPI തന്നെയായിരുന്നു ഇത്തരത്തിലൊരു വിവാദം ഉയർത്തി മുന്നോട്ട് കൊണ്ടുവന്നത്. കാരണം M സ്വരാജിനെ പോലെയുള്ള ഒരു സമ്മതനായ ഒരു സ്ഥാനാർത്ഥിക്ക് എങ്ങനെയാണ് പരാജയമുണ്ടായതെന്നാണ് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലും ചർച്ചയായത്. അവർ അതിനുവേണ്ടി പഠനം നടത്തുന്നതിന് വേണ്ടി ഒരു 3-അംഗ സമിതിയെ നിയോഗിച്ചിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് CPIM-ഉം ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. തെറ്റ് തിരുത്തണമെങ്കിൽ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകണം എന്നൊരു നിർദ്ദേശം സംസ്ഥാന സമിതി യോഗത്തിൽ ഇന്നലെ ഉണ്ടായി. അത്തരത്തിൽ തെറ്റ് തിരുത്താനുള്ളൊരു നീക്കം പാർട്ടിക്കുള്ളിൽ തുടങ്ങിയിരിക്കുന്നു. മാത്രവുമല്ല, പല നേതാക്കന്മാരും സംസാരിച്ചത് പാർട്ടിക്ക് ദോഷം ഉണ്ടായി എന്നാണ് പറയുന്നത്. കാരണം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ തെരഞ്ഞെടുപ്പിന് 3 ദിവസം മുമ്പ് ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് പാർട്ടിയും RSSുമായി അടിയന്തരാവസ്ഥ സമയത്ത് ചില ബന്ധങ്ങളുണ്ടായിരുന്നു, അത് അടിയന്തരാവസ്ഥയ്ക്കെതിരെയായിരുന്നു എന്നുള്ള തരത്തിലൊരു പരാമർശം നടത്തിയിരുന്നു. ആ പരാമർശം വലിയ തരത്തിൽ അത് ചർച്ചയാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. അതുവഴി RSS ബന്ധം ഇപ്പോഴും CPIM തുടരുന്നു എന്നുള്ള തരത്തിലേക്ക് കോൺഗ്രസ് അത് പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. അത്തരത്തിൽ ഒരു നീക്കം നടത്തിയത് ന്യൂനപക്ഷങ്ങളിൽ നിന്നും അകലാൻ ഇടയായി എന്നുള്ളതായിരുന്നു ഒരു വിഭാഗം CPIM നേതാക്കന്മാരുടെ വിലയിരുത്തലും അവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചതും. ഇത്തരത്തിൽ വലിയ മുതിർന്ന നേതാക്കന്മാർ തന്നെ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ ഉണ്ടാകുന്ന പിശകുകൾ വലിയ തരത്തിൽ പാർട്ടിക്ക് ദോഷമായി എന്നുള്ളതാണ് ഒരു ചർച്ചയായി ഉയർന്നു വന്നത്. മറ്റൊരു കാര്യം എടുത്തു പറഞ്ഞത്, പാർട്ടി നന്നായി പണിയെടുത്തെങ്കിൽ പോലും പാർട്ടി കിട്ടേണ്ട വോട്ടുകൾ അത് PV അൻവറിന്റെ ഭാഗത്തേക്ക് പോയി എന്നുള്ളതാണ്. എങ്ങനെയാണ് PV അൻവറിന് ഈ 19,000-ലധികം വോട്ട് കിട്ടിയതെന്ന വിഷയത്തെക്കുറിച്ച് കാര്യമായ ഒരു ചർച്ച നടത്തണം. അല്ലാത്ത പക്ഷം പാർട്ടിക്ക് ഇത് ദോഷം ചെയ്യും. കാരണം വരാൻ പോകുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിന്റെ പ്രതിഫലനങ്ങൾ ബാക്കിയുള്ള ജില്ലകളിലും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് സംസ്ഥാന സമിതി യോഗത്തിൽ ഒരു വിഭാഗം നേതാക്കൾ പറഞ്ഞത്. അത്തരത്തിൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എന്തെങ്കിലും പാർട്ടിക്ക് എവിടെയെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ അത് കൃത്യമായി വിലയിരുത്തി മുന്നോട്ട് പോകണം എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ സംസ്ഥാന സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂരിലെ പഠനം, അല്ലെങ്കിൽ നിലമ്പൂരിൽ പാർട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തെക്കുറിച്ച് ഒരു പരിശോധന നടത്താനും, ഒപ്പം സമാന്തരമായി സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിലുണ്ടോ, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പാർട്ടിയിൽ നിന്നും അകന്നു പോകുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ PRDയുടെ സഹായത്തോടു കൂടി തന്നെ ഒരു അഭിപ്രായം സ്വരൂപിക്കാനും ഒരു നീക്കം നടത്തുന്നുണ്ട്. അങ്ങനെ 2 തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. അല്ലെങ്കിൽ ഈ ആഴ്ച അവസാനം ചേരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരു പക്ഷേ ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള അംഗങ്ങളെക്കുറിച്ച് തീരുമാനമാകും. ഒപ്പം ഈ സമാന്തരമായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വലിയ തരത്തിൽ ഒരു അന്വേഷണം നടത്തണം എന്നൊരു നിർദ്ദേശം ഉയർന്നു വന്നിരുന്നു. കാരണം ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ ചില വീഴ്ചകൾ ഉണ്ടായി എന്നുള്ളത് തന്നെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിലും സംസ്ഥാന സമിതി യോഗത്തിലും ഒക്കെ ചർച്ചയായി ഉയർന്നു വന്നിരുന്നു. പക്ഷേ അതിനെല്ലാം കാരണമായി അവർ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകളാണ്. കേന്ദ്ര സർക്കാർ പലപ്പോഴും സംസ്ഥാന സർക്കാരിന് ഒരു ഞെരുക്കുന്ന സമീപനം, സാമ്പത്തികമായി ഇല്ലായ്മ ചെയ്യാനുള്ളൊരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങളെ ഒഴിവാക്കാൻ കേന്ദ്രത്തിനെതിരെയും നടപടി തുടങ്ങണം എന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ
സംസ്ഥാന സമിതി യോഗത്തിലും ചർച്ചയായി ഉയർന്നു വന്നിരുന്നു. പ്രധാനമായും മറ്റൊരു കാര്യം എടുത്തു പറയുന്നത് വരുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാർട്ടി അണികളെ ശക്തരാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ, പ്രത്യേകിച്ചും ഈ പാർട്ടി അംഗങ്ങൾക്കുള്ള പരാതികൾ പരിഹരിക്കുന്നതിനും ഒപ്പം ജനങ്ങളുടെ പരാതി പരിഹരിക്കുന്നതിനും പാർട്ടിയുടെ താഴെത്തട്ടുള്ള നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങണം എന്നുള്ള ഒരു ആവശ്യം സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ചയ്ക്കിടയിൽ ഉയർന്നു വന്നിരുന്നു. കാരണം പലപ്പോഴായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ പാർട്ടി നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. സർക്കാർ ഓഫീസുകളിൽ ചില രേഖകൾ കിട്ടുന്നതിനും ചില രേഖകളുടെ ആവശ്യത്തിന് ചെല്ലുമ്പോഴുമൊക്കെ ഉണ്ടാകുന്ന സമീപനം അത് പാർട്ടിക്ക് ദോഷമുണ്ടാകുന്ന തരത്തിലേക്ക് നീങ്ങുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറിച്ച് വലിയ തരത്തിൽ ഒരു അന്വേഷണം നടത്തി പാർട്ടിയുടെ ഇടപെടൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉണ്ടാകണമെന്നുള്ളതും ഇന്നലത്തെ സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം ചർച്ചയായിരുന്നു. ആതിര. ശരി ബിനോയ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയം അന്വേഷിക്കാൻ CPIM നടപടി തുടങ്ങി. വോട്ട് ചോർന്നത് ഉൾപ്പെടെ അന്വേഷിക്കാനാണ് സംസ്ഥാന സമിതിയുടെ തീരുമാനം. LDF സമാന്തരമായി പരാജയ കാരണങ്ങൾ അന്വേഷിക്കും.